ഇടുക്കി പഴയ മൂന്നാറിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ദേശീയപാത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ മുതൽ മണ്ണ് നീക്കം ചെയ്ത പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമായാൽ വെള്ളിയാഴ്ചയോടെ മണ്ണ് നീക്കം പൂർത്തിയാക്കി ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. ദേശീയപാതയിലെ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ദേശീയപാത അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ മണ്ണെടുക്കൽ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ പെയ്ത ശക്തമായ മഴയിലും വിള്ളൽ വലിയ രീതിയിൽ അപകടാവസ്ഥയിലായിട്ടുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം വെള്ളിയാഴ്ചയോടെ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിലുള്ള പാറക്കല്ലുകളുണ്ട്. ഈ പാറകൾ പൊട്ടിച്ച് നീക്കേണ്ട ആവശ്യകതയുണ്ട്. ഇതെല്ലാം തന്നെ പൊട്ടിച്ച് നീക്കിയ ശേഷം ഇതിലുള്ള മണ്ണ് പൂർണ്ണമായി നീക്കി ഇതിലുള്ള അപകട സാധ്യത പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ശേഷമായിരിക്കും ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുക. ഇന്നലെ ദേശീയപാത അധികൃതരും അതോടൊപ്പം തന്നെ ജിയോളജിസ്റ്റും ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധന അടിസ്ഥാനത്തിലാണ് 3 ദിവസത്തിനുള്ളിൽ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാമെന്ന് ദേശീയപാത അധികൃതർ ഉറപ്പു നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള മണ്ണെടുക്കൽ നടപടി 2 യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ മണ്ണെടുക്കൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഏതായാലും വെള്ളിയാഴ്ചയോടെ ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്.